നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രദ്ധേയമായ ഒരു വാരമാണ് കടന്നുപോയത്. കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ കുതിപ്പ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അമ്പരപ്പിക്കുന്ന കുതിപ്പാണ് ഉണ്ടായത്. പ്രധാനമായും പൊതുമേഖല ബാങ്കുകളുടെ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ സംബന്ധിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ വന്നത്, RBIയുടെ ഭാഗത്തുനിന്നുണ്ടായ പുതിയ നീക്കങ്ങൾ, ഇതെല്ലാം വിപണിക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, റിസർവ് ബാങ്ക് അടുത്ത വായ്പാ നയത്തിൽ പലിശ വീണ്ടും കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന ഒരു പൊതുപ്രതീക്ഷയും വിപണിക്ക് അനുഗ്രഹമായി. 7500 അരികെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. സെൻസെക്സും മികച്ച നേട്ടം ഈ വാരത്തിൽ ഉണ്ടായി. ആദ്യം ഈ നേട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. തുടർന്ന് കത്തുകളിലേക്ക് കടക്കാം. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, വലിയ മുന്നേറ്റം വിപണിയിലുണ്ടായി. പ്രത്യേകിച്ചും ബജറ്റ് ഒരു നോൺ ഇവൻ്റ് ആയിരിക്കും വിപണിയെ സംബന്ധിച്ചോളം എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. ആ ദിവസം വിപണിക്ക് വലിയ കാര്യമായ ആഹ്ലാദത്തിനുള്ള വകകൾ ഒന്നും ഉണ്ടായിരുന്നുമില്ല. പിന്നീടാണ് ഒരു ശ്രദ്ധേയമായ ഒരു കുതിപ്പ് വിപണിയിൽ പിന്നെ ബജറ്റിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഉണ്ടായത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? ബജറ്റിൽ നെഗറ്റീവായി ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതൊരു ബജറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള റാലിയല്ല. ഒരു ഓവർസോൾഡ് സോണിലേക്ക് ഇന്ത്യൻ മാർക്കറ്റും ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം മൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, US ഒഴിച്ച് യൂറോപ്പ്, ഏഷ്യൻ മാർക്കറ്റിലൊക്കെ തന്നെ എല്ലാ മാർക്കറ്റുകളും വളരെ ഷാർപ്പായിട്ടുള്ള ഫോളിലേക്ക് പോയിരുന്നു. എന്നാൽ ഈ സമയത്താണ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചത്. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ റിക്കവറി തന്നെയാണ്. ഇപ്പോൾ US മാർക്കറ്റ് 1 മന്ത് ഡാറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ US മാർക്കറ്റ് മാത്രമാണ് 1% ബെറ്റർ ആയിരുന്നു. അതേസമയത്ത് ഏഷ്യൻ മാർക്കറ്റിലെല്ലാം 5 to 6%, ഈവൻ ജപ്പാനൊക്കെ തന്നെ 7% ഡ്രോപ്പ് ലാസ്റ്റ് 1 മന്ത് വന്നിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്ക് ജപ്പാൻ 5% ബെറ്ററായി, ഇന്ത്യൻ മാർക്കറ്റ് 6% ആണ് ഡ്രോപ്പ് വന്നിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും ഈ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൻ്റെ ലോയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 6825 വരെ മാർക്കറ്റ് ലോ പോയിരുന്നു. ആ ലോയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10% ഗെയിൻ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായി. അപ്പോൾ ഒരു ബജറ്റ് റിലേറ്റഡ് റാലിയല്ല, എന്നാൽ ഗ്ലോബലി വന്നിരിക്കുന്ന റാലി ഏഷ്യൻ, യൂറോപ്പ് മാർക്കറ്റിലെല്ലാം തന്നെ, ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ തന്നെ 3% മാർക്കറ്റിൽ റിക്കവറി സംഭവിച്ചു. അപ്പോൾ ഗ്ലോബൽ റിക്കവറിയുടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടത്. അതുപോലെ ലാസ്റ്റ് വീക്ക് കുറേ മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിൽ വന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. ഏകദേശം 5000 crore ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈയിങ് സൈഡിൽ വന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും FIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് അതാണ് റീസൺ. പിന്നെ ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ തന്നെ വളരെ ഹ്യൂജ് ഈ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. കാരണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 3 yearsലേക്ക് വരും എന്നുള്ളൊരു ന്യൂസ് വളരെയധികം സ്പ്രെഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊന്ന് സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ട് ഫോൾ വരാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. അത് റൂമർ മാത്രമായിരുന്നു, അത് കൊണ്ടുവന്നില്ല. ദെൻ അതിനുശേഷമാണ് ബാങ്കുകളുടെ റീക്യാപിറ്റലൈസേഷന് വേണ്ടി 25,000 crore മാറ്റിവെച്ചു എന്ന് പറയുന്നത്. അത് അപര്യാപ്തമാണ് എന്നുള്ള ന്യൂസ് നമുക്കറിയാം. ബജറ്റ് ഡേയിൽ മാർക്കറ്റ് മൂവ് ചെയ്തില്ല. ഒരു സമയത്ത് നിഫ്റ്റി 200 പോയിൻറ്റ്സിനടുത്ത് ഡ്രോപ്പ് വന്നിരുന്നു. കാരണം ആ 25,000 crore പോരാ എന്നുള്ളൊരു ന്യൂസ്, അത് 35,000 to 40,000 crore ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത്. ദെൻ അതിനുശേഷമാണ് പുതിയ റൂള്, കാരണം പുതിയ ക്യാപിറ്റൽ റൂള് പുതിയ കൊണ്ടുവന്ന റിലാക്സേഷൻ കൊടുത്തത്. ക്യാപിറ്റൽ റൂൾ റിലാക്സേഷൻ അത് RBIയുടെ ഭാഗത്തുനിന്ന് ബേസിൽ 3 നോംസിലേക്കുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് ഇത് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് അസറ്റ്, അതിൽ ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ്, ഇതൊക്കെ തന്നെ അസറ്റിലേക്ക് ഒരു ഹെയർ കട്ടിൻ്റെ ഭാഗമായി ചില ക്രൈറ്റീരിയയ്ക്ക് വിധേയമായി അത് അസറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ന്യൂസ് ഒരു സമയത്ത് 25,000 crore, വേറൊരു ഭാഗത്ത് റീക്യാപിറ്റലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, പുതിയ ക്യാപിറ്റൽ, കാരണം ഈ ക്യാപിറ്റൽ നോംസ് കൊണ്ടുവന്നത്, RBI കൊണ്ടുവന്നത് വളരെ പോസിറ്റീവായി. അപ്പോൾ ഈ രണ്ട് ന്യൂസ് ഒരു ഭാഗത്ത് ഹ്യൂജ് ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിലൊക്കെ വന്നിരിക്കുന്ന ലാസ്റ്റ് 1 month വന്നിരിക്കുന്ന ഡ്രോപ്പ്, ഈവൻ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കവറിങ്, അതാണ് ബാങ്കിങ് സെക്ടർ വളരെ ഷാർപ്പായിട്ട് വന്നിരിക്കുന്നത്. ദെൻ മെറ്റൽ സെക്ടറിലാണ് അടുത്ത റൈഡ് സംഭവിച്ചത്. അതും ഗ്ലോബലി വന്നിരിക്കുന്ന ഒരു റിക്കവറിയാണ്. അപ്പോൾ ഈ ഒരു റിക്കവറിയുടെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ റിക്കവറി സംഭവിച്ചു. ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ മാർക്കറ്റായിരുന്നു വളരെ ഷാർപ്പായിട്ട് ഫോൾ വന്നിരുന്നത്. ആ ഫോൾ ലാസ്റ്റ് 1 week കൊണ്ട് റിക്കവറി വന്നു, FIസിൻ്റെ ഫ്ലോ വന്നു. അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല, ചെറിയ പോസിറ്റീവ്
ബഡ്ജറ്റിലുണ്ടായിരുന്നു. എന്നാൽ ബഡ്ജറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ പോസിറ്റീവ് അല്ല, പക്ഷേ ഒരു സെൻറ്റിമെൻറ്റ്സ് കുറച്ചുകൂടെ ബെറ്ററായി. FIs ആക്റ്റീവായി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മുന്നേറ്റം തുടരുമോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു FI വീണ്ടും ആക്റ്റീവായി, നെറ്റ് ബാങ്ക് സൈഡിലേക്ക് വീണ്ടും അവർ വന്നു എന്നത്. ഈ FIസിൻ്റെ ഫ്ലോ അനുസരിച്ചിരിക്കും. FIs വീണ്ടും കണ്ടിന്യൂസ് ഫ്ലോ വരികയാണെങ്കിൽ ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട്, ആ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാൻ സാധിക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കട്ട് കൊണ്ടുവരിക, ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഗ്രാജുവലി മാർക്കറ്റ് പുതിയ മൂവിങ് റേഞ്ച് ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 6800 ചിലപ്പോൾ 6500 ചിലപ്പോൾ പോകാനുള്ള സാധ്യത കുറവാണ്. അതേ സമയത്ത് തന്നെ ഗ്ലോബലി വീണ്ടും ഇപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ഫെഡിൻ്റെ മീറ്റിംഗ്, അതുപോലെ ബാങ്ക് ഓഫ് ജപ്പാൻ, യൂറോപ്യൻ സെൻട്രൽ ബാങ്കൊക്കെ ഇവരുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലെടുക്കുന്ന ഡിസിഷൻസൊക്കെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ആ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഫർദർ റൈഡ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ പുതിയൊരു മൂവിങ് റേഞ്ച് മാർക്കറ്റിൽ ഫിക്സ് ചെയ്യാം. 7150 to 7800 എന്നുള്ള പുതിയ മൂവിങ് റേഞ്ചിൽ നെക്സ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് 2 വീക്സ് എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഫേസ്, ഈ റേഞ്ചിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുകയും ദെൻ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് വരികയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റേറ്റ് കട്ട് കൊണ്ടുവരിക, FIസിൻ്റെ ഫ്ലോ വരിക, ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു റിക്കവറി സൈൻ കാണുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്രാജുവലി ഒരു ചെറിയ അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ്. ഇപ്പോഴത്തെ ന്യൂസ്, ഇപ്പോഴത്തെ മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യും. എപ്പോഴും FIസിൻ്റെ ഫ്ലോ വന്നത് അത് എത്രത്തോളം ഫ്ലോ കണ്ടിന്യൂ ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്. ഗ്ലോബലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും റിക്കവറി വരാനാണ് സാധ്യത. ഈ ഒരു റൈഡ് ചിലപ്പോൾ 7800 അടുത്ത് വരെ പോകാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. വിപണിയുടെ പോയ വാരത്തിലെ പ്രധാനപ്പെട്ട മുന്നേറ്റത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം ചർച്ച ചെയ്തത്. നിരവധി കത്തുകൾ ഈ ലക്കവും ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് കിടക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. ശ്രീ സനീഷിൻ്റെ മെയിലാണ് ഏറ്റവും ആദ്യം. സെഞ്ചുറി പ്ലൈവുഡ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്, ഐലൻഡ് FS, പൈനിയർ, സിൻടെക്സ്, SKM എഗ് പ്രോഡക്റ്റ് എന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ സെഞ്ചുറി പ്ലൈവുഡ് ആവറേജ് ഫണ്ടമെൻ്റൽസ് ആണ്. ഇപ്പോൾ ഈ വർഷത്തെ ഹൈ എടുക്കുകയാണെങ്കിൽ 288 വരെ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. ദെൻ 135 ഈ വർഷത്തെ ലോ, വലിയൊരു ഹയർ വാല്യൂവിലേക്ക് മൂവ് ചെയ്തെങ്കിലും ഓവറോൾ എല്ലാ സ്റ്റോക്കിലും ഇങ്ങനെ ഒരു കറക്ഷൻ സംഭവിച്ചു. ഇപ്പോഴത്തെ രീതിയിൽ സെഞ്ചുറി 140 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. ദെൻ 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 190 ആണ് സ്റ്റോക്കിലെ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ വലിയൊരു ഹയർ വാല്യൂവിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും കറക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. ദെൻ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ ആണ്. ഇതൊരു സീസണൽ പ്ലെയർ തന്നെയാണ്. എന്തായാലും മൺസൂൺ സീസൺ ബെറ്റർ ആകുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്ക് 120, 184 വരെ ഈ സ്റ്റോക്ക് ഹൈ പോയിരുന്നു. ദെൻ 120 ആൻഡ് 100 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 155 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്ക് മൺസൂൺ ബെറ്റർ ആവുകയാണെങ്കിൽ ആ സീസണോട് കൂടി ഈ സ്റ്റോക്കിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആവറേജ് ഫണ്ടമെൻ്റൽസ് ആണ്. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ രീതിയിൽ കുറവാണ്. ദെൻ ഐലൻഡ് FS എഞ്ചിനീയറിംഗ് ആണ്. ഡെറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു കൺസേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വർഷം തന്നെ വളരെ ഹയർ വാല്യൂവിലേക്ക് പോയ സ്റ്റോക്കാണ് ഇപ്പോൾ ലോവർ വാല്യൂവിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പ്രധാന റീസൺ ഇവരുടെ ഡെറ്റ് തന്നെയാണ്. അതേതെങ്കിലും റീസ്ട്രക്ചറിങ് വരികയാണെങ്കിൽ മാത്രമേ, അപ്പോൾ ഈ ബഡ്ജറ്റിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ കുറേയധികം സ്പെൻഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പുതിയ ഓർഡേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 40 and 32 രണ്ട് സപ്പോർട്ടാണ്. 60 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പയനീർ ഡിസ്റ്റിലറീസ് ആണ്. ഈ സ്റ്റോക്കും വളരെ ഹയർ വാല്യൂവിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഈ കറക്ഷൻ സംഭവിച്ചു. ഡെറ്റ് ഉണ്ട്, ലോസ് മേക്കിംഗ് ആണ്. ഇതാണ് ഈ സ്റ്റോക്കിൽ ഇത്രത്തോളം കറക്ഷൻ വരാനുള്ള റീസൺ. 60 and 50 രണ്ട് സപ്പോർട്ട് ലെവലാണ് സ്റ്റോക്കിൽ. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിൻടെക്സ് ആണ്. സിൻടെക്സ് ഫണ്ടമെൻ്റൽസ് ആവറേജ് ആണ്. 136 വരെ സ്റ്റോക്ക് ഹൈ പോയിരുന്നു. 60 ആണ് ഈ വർഷത്തെ ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 76 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 60 ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതുപോലെ 50 ആണ് സെക്കൻഡ് സപ്പോർട്ട് ലെവൽ. ഇപ്പോഴത്തെ ആവറേജ് ഒരു ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. വളരെയധികം കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. 90 ആണ് സ്റ്റോക്കിൽ
ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. മാർക്കറ്റിൽ മൊമെൻറ്റം പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ദെൻ SKM എഗ് പ്രൊഡക്റ്റ് ആണ്. ആവറേജ് ഫണ്ടമെൻ്റൽസ് ആണ്. 226 വരെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. 80 and 62 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു ആവറേജ് ഫണ്ടമെൻ്റൽസ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് വന്ന ഈ ബജറ്റിൽ എനിക്കൊന്ന് റൂറൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ അഗ്രി സെക്ടറിനൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റൂറൽ എക്സ്പോഷറുള്ള കമ്പനികളിലേക്ക് ലൈക്ക് മഹീന്ദ്ര, എസ്കോട്ട്സ്, ഹീറോ മോട്ടോ കോർപ്പ് പോലെയുള്ള കമ്പനികളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. കാരണം അഗ്രികൾച്ചറിനും ഫാം ഇതിനും റൂറൽ ഡെവലപ്മെൻറ്റിനൊക്കെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് നമ്മൾക്ക് ഫോക്കസ് പോകുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിൽ മഹീന്ദ്ര, എസ്കോട്ട്സ്, TVS മോട്ടോഴ്സ് ഒക്കെ തന്നെ കുറച്ച് ഈ ഒരു ബജറ്റിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതിലേക്ക് കൂടി ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ ഗഫൂറിൻ്റെ കത്താണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. മാൻ ഇൻഡസ്ട്രീസ് ആൻഡ് TCI. ഇതിൽ മാൻ ഇൻഡസ്ട്രീസ് വളരെ ഒരു ആവറേജ് ഫണ്ടമെൻ്റലാണ്. സ്റ്റോക്ക് സപ്പോർട്ട് ചെയ്യുന്നു. 50 and 40 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ TCI ഇപ്പോഴത്തെ ഒരു വാല്യൂഷൻ ഫെയർ ആണ്. 348 വരെ ഹൈ പോയിരുന്നു. ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് പരിഗണിക്കാം. 210 and 190 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 290 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വീണ്ടും ഞാൻ കുറച്ചുകൂടി ക്യാപിറ്റൽ ഗുഡ്സിലൊക്കെ തന്നെ സീമൻസ് പോലെയുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകും. അതൊക്കെ ഈ ബജറ്റിൽ ചില ആനുകൂല്യങ്ങൾ കിട്ടുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ ബജറ്റിൽ ആനുകൂല്യം കിട്ടുന്നത് ബെറ്ററായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതിൽ BEML, ഹാവൽസ് പോലെയുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ്. കാരണം പലപ്പോഴും ഈ സ്റ്റോക്കിൽ നിന്ന് അത്രത്തോളം എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. അപ്പോൾ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്താൽ ഈ ബജറ്റിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സ്റ്റോക്കിലേക്ക് ആ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇപ്പോഴും ഒരു ഫെയർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയുള്ള സെക്ടറിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്, ആ സെക്ടറിൽ തന്നെ അതിൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് കുറച്ച് നമ്മുടെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. കാരണം റിക്കവറി സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. അപ്പോൾ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് ആ സ്റ്റോക്ക് പിക്കിങ്ങിൽ നമ്മൾ കൊടുക്കണം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ കിഷോറിൻ്റെ കത്താണ് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു. ആർതി ഡ്രഗ്സ്, ചെന്നൈ പെട്രോ, റിലാക്സോ ഫുഡ്വെയർ, മനാലി പെട്രോ, നിതിൻ ഫയർ ആൻഡ് ശില്പി കേബിൾ. ഇതിൽ ആരതി ഡ്രഗ്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വാല്യൂഷൻ ഫെയർ ആണ്. 460 and 420 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 560 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ചെന്നൈ പെട്രോ 160 and 130 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 250 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കൊക്കെ തന്നെ എല്ലാം ഷാർപ്പായിട്ട് ഫോൾ സംഭവിച്ച സെക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെയാണ് ഇതെല്ലാം തന്നെ. ദെൻ റിലാക്സോ ഫുഡ്വെയർ ആണ്. ഇത് ബജറ്റിൽ ചില പോസിറ്റീവ് അനൗൺസ്മെൻറ്റ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവ് തന്നെയാണ്. 360 and 300 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 450 ആണ് റെസിസ്റ്റൻസ്. ദെൻ മണാലി പെട്രോ വാല്യൂഷൻ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് നിലനിൽക്കുന്നു. 20 and 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 50 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ശില്പി കേബിൾ ആണ്. 42 and 37 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ പലപ്പോഴും സ്റ്റോക്ക് സെലക്ഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്, ഈ റോഡ്സിനും ഹൈവേക്കൊക്കെ ഈ ബജറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള IRB ഇൻഫ്ര പോലെ ആ സെക്ടറിൽ എക്സ്പോഷർ, അത് സിമെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇപ്പോൾ അൾട്രാടെക്, അതുപോലെ തന്നെ JK സിമെൻറ്റ്, അങ്ങനെയുള്ള IRB ഇൻഫ്ര, ലാർസൻ ആൻഡ് ടൂബ്രോ, ഇങ്ങനെ ബജറ്റിൽ ആനുകൂല്യങ്ങൾ കിട്ടിയ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകുന്നത് കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സ്റ്റോക്കൊക്കെ സെലക്ട് ചെയ്തെടുത്തപ്പോൾ ഈ സ്റ്റോക്കിലൊന്നും അത്ര ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളല്ല ഒന്നും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു അപ്രോച്ച് സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ ബെറ്റർ മൂവ്മെൻറ്റ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ വൺ സൈഡ് റാലി വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മാർക്കറ്റിൽ ചെറിയ റൈഡ് സംഭവിക്കുമ്പോൾ എൻട്രി ചെയ്യുക, എക്സിറ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇപ്പോൾ ടാറ്റ സ്റ്റീലും ടാറ്റ മോട്ടോഴ്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിലയൻസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, സീമെൻസൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാകുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കും. അതിൽ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോക്ക് സെലക്ഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ബജറ്റിൽ എഗൈൻ ഞാൻ പറയുന്ന ആനുകൂല്യങ്ങൾ ലഭിച്ച സെക്ടറിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഇപ്പോൾ 2-3 എപ്പിസോഡ് മുമ്പ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള കുറേയധികം സ്റ്റോക്കുകൾ മാർക്കറ്റ് വാച്ചിനെ റെക്കമെൻഡ് ചെയ്തു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ അജിത്തിൻ്റെ മെയിലാണ് അടുത്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ഒപ്പം തന്നെ ജെറ്റ് എയർ, ശ്രേയസ് ഷിപ്പിംഗ്,
സ്റ്റൈറോലൂഷൻ, ABS എന്നീ സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ക്യാപിറ്റൽ റൂൾസ് റിലാക്സേഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാരണം വളരെയധികം റിയൽ എസ്റ്റേറ്റ് അസറ്റ് ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. അതോടൊപ്പം തന്നെ ഓവർ സോൾഡ് സോണിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് വീക്ക് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചത്. അപ്പോൾ എഗെയിൻ ഈ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 150 and 130. ഇനിയത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ റേറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. കാരണം മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സിൽ ഒരു മാറ്റം സംഭവിച്ചു. FIs വീണ്ടും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സായി മാറി. ദെൻ അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം റിക്കവറി സംഭവിച്ചു. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെയും ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഒക്കെ മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക് നടക്കുന്നു. അതിലേതെങ്കിലും പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടുത്തെ കറണ്ട് ലെവൽ നമുക്കൊരു റൈഡ് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു വൺ സൈഡ് റാലി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഒരു ലോങ് ടേം വ്യൂവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാല്യൂഷൻ ഇപ്പോൾ ഫെയർ വാല്യൂവിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 150 and 130 ആയിരുന്നത് ടെക്നിക്കലി ഒരു സപ്പോർട്ട് ലെവലാണ്. എന്നാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഇനി ആ ലെവലിലേക്ക് വരുമോ എന്നുള്ളത് ഗ്ലോബലി വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ്, ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് മോശമാവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമേ ഇനി ആ ഒരു ലെവലിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 150, 130 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ചെറിയ റിക്കവറി സംഭവിക്കാനാണ് സാധ്യത. ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ 7150 to 7750, 800 എന്ന് പറയുന്ന മൂവിങ് റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഈ കറണ്ട് ലെവലിൽ നിന്ന് ചെറിയൊരു റൈഡ് കൂടി സംഭവിക്കാം. അതോടൊപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ഒരു റേറ്റ് കട്ട് കൂടി സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു റൈഡ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 230 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. 230 ലെവൽ വരികയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ദെൻ ടാറ്റ സ്റ്റീലാണ്. ഇതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിച്ച ഒരു സെക്ടറും സ്റ്റോക്കുമാണ്. ആ സ്റ്റോക്കിലും നമ്മൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി കണ്ടു. എഗെയിൻ 260 and 210 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 200 ബിലോ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇത്രത്തോളം ഹയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്ത് വന്നത്. ഇതിൻ്റെ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് 540 നിന്നാണ് ഈ സ്റ്റോക്കിൻ്റെ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് 196 വരെ മൂവ് ചെയ്തിരുന്നു. ദെൻ ഒരു റിക്കവറി പാതയിലാണ്. ഈ കമ്മോഡിറ്റി സ്റ്റോക്കിലെല്ലാം തന്നെ ചൈനയുടെ സ്ലോ ഡൗൺ ഒക്കെ തന്നെ ഈ സ്റ്റോക്കിനെ വളരെയധികം എഫക്റ്റ് ചെയ്ത്, യൂറോപ്പ് ക്രൈസിസ് ഒക്കെ തന്നെ ടാറ്റ സ്റ്റീലിനെ എഫക്റ്റ് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു റിക്കവറി പാതയിൽ തന്നെയാണ്. എഗെയിൻ ചെറിയ ചെറിയ കറക്ഷൻസിനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുമുണ്ട്. അപ്പോൾ 340 ടാറ്റ സ്റ്റീൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ സോണിലേക്ക് സ്റ്റോക്ക് സെലക്ഷനിലേക്ക് പോയിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഗ്ലോബൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്ത് എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. അവരുടെ എല്ലാ സെക്ടറിലുമുള്ള സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ലാസ്റ്റ് വീക്ക് സ്റ്റോക്കിലും റിക്കവറി നമ്മൾ കണ്ടു. 280 and 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 380 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് പോകാം. അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് പരിഗണിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ദെൻ ജെറ്റ് എയർവേസ് ആണ്. ജെറ്റ് എയർവേസും 796 ലെവൽ വരെ മൂവ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന എയർബസ് ഡിലേ ആകുന്നു. അത് ചില നെഗറ്റീവ് ന്യൂസുകൾ ഈ സ്റ്റോക്കിനെ ഇപ്പോൾ ഹോണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാല്യൂഷൻ വളരെ ഫെയർ തന്നെയാണ്. വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 450, 400 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ രീതിയിൽ ടെക്നിക്കലി 620 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ശ്രേയാസ് ഷിപ്പിംഗ് ആണ്. 839 വരെ പോയ സ്റ്റോക്കാണ്. വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് ഈ സ്റ്റോക്ക്. ചില നെഗറ്റീവ് ന്യൂസുകൾ ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിങ്ങിന് കാരണമായി. അഗൈൻ 190 and 120 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 190 ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 340 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ സ്റ്റൈറോലൂഷൻസ് ആണ്. ഒരു ഫോർമുലേഷൻ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആവറേജ് ഫണ്ടമെൻറ്റൽസ് ആണ്. 500 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ദെൻ 470, 690 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ വളരെ നല്ലത് തന്നെയാണ്. കുറച്ചുകൂടെ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോവുക. അതുപോലെ ഇദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ വീണ്ടും റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി. കാരണം ഫ്രണ്ട് റൺ സ്റ്റോക്കിലൊക്കെ തന്നെ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, വീണ്ടും റീ എൻട്രി ചെയ്യുന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്തൊരു 1 month 2 weeks എന്നൊക്കെ പറയുന്ന മാർക്കറ്റിൽ ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലും വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഫോളിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നില്ല. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് കത്തുകൾ അയക്കേണ്ടത്. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.